ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ ഒരു ലേസി ഡേ ആണ് കേട്ടോ. ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു സോഫയിൽ. റിലാക്സേഷൻ പില്ലോസാണ് ഇതൊക്കെ. ഇങ്ങനെ ചാരി ഇരിക്കാനുള്ള എല്ലാ രസകരമായ പില്ലോ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും കേട്ടോ, ഇത്തരം പില്ലോസൊക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് വലിയ വർക്കൊന്നുമില്ല. കുറേ വർക്കായിരുന്നു ഇന്നലെയും മെനിങ്ങാന്നും എല്ലാം. ഐ വാസ് സോ ബിസി. കേറ്ററിംഗ് വർക്ക് ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഷൂട്ടുണ്ടായിരുന്നു, യാത്രകൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലാക്സ്. ഓക്കെ, സെൽഫ് കെയർ ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ഞാൻ വിചാരിക്കണം കുറച്ച് കൂടുതൽ ഉറങ്ങാം വേണമെങ്കിൽ. പക്ഷെ അതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ ക്രിസ്മസ് സീരീസൊക്കെ തുടങ്ങണ്ടേ, അതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ, ടാസ്ക്കാണ്. കാര്യം ഈ കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ കൊച്ചടുക്കളയിലാണല്ലോ, നമ്മുടെ ആ കൊച്ചടുക്കളയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ കേക്ക് സീരീസൊക്കെ തുടങ്ങുമ്പോൾ മേളിലത്തെ കിച്ചൺ, നമ്മുടെ എന്താ പറയുക, ടെറസ് കിച്ചണിൽ പോകണ്ടേ. ടെറസ് കിച്ചണാണെങ്കിൽ കോളമായി കിടക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ താഴത്തെ വൃത്തിയാക്കൽ പ്രോസസ്സാണ്. ഇപ്പോൾ പാർവതിയും ബേബീസൊക്കെ വന്ന സമയത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് കുഞ്ഞുങ്ങളിങ്ങനെ എല്ലാത്തിൻ്റെയും മേലെ കയറുകയും സാധനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രായമായതുകൊണ്ട് ഇവിടെ ഒരു ക്ലട്ടറും വേണ്ട വിചാരിച്ചിട്ട് ഷാർപ്പ് ഓബ്ജക്ട്സ്, ചെറിയ 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 സാധനങ്ങൾ ഈ വീട്ടിൻ്റെ താഴത്തെ ഫ്ലോറിലുണ്ടായിരുന്ന എല്ലാ സാധനവും ഈ എന്താ പറയുക ബേസ് ബോർഡ് കാർട്ടൺസിലാക്കി സീൽ ചെയ്ത് എല്ലാം ടെറസ് കിച്ചണിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ടെറസ് കിച്ചണിൽ കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. ഒരു ഹാഫ് മാത്രമേ നമ്മൾ കിച്ചൻ്റെ ആ ഒരു ആക്കിയിട്ടുള്ളൂ. ഒരു ഹാഫ് വെറുതെ കിടക്കുകയാണ്. ആ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് 2-3-4 അലമാരയുണ്ട്. അതിനകത്തും ഇപ്പോൾ സാരീസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാര്യം സാരീസ് വയ്ക്കാനുള്ള അലമാരകളുടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ താഴത്തെ അലമാരകൾ ഫുള്ളായതുകൊണ്ട് പുതിയ 2 അലമാര അല്ല 3 അലമാര വാങ്ങിച്ചിട്ട് ഇപ്പോൾ സാരിയും കുറേ അവിടെയാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ കാർട്ടൺസായി. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരു കിച്ചൻ്റെ പകുതി കോളമായി കിടക്കുകയാണെന്ന് തന്നെ പറയാം. ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കുകയാണ്, ക്ലട്ടേഡ്. അതും തോന്നിയാസം പോലെയൊക്കെ വെച്ചിരിക്കുന്നത്, വലിയ ബാഗ്സ് അത് ഇതൊക്കെ. ഇനി ഒന്ന് അടുക്കണം, അവിടെ ഒന്ന് അടുക്കണം. പിന്നെ കുറേ സാധനങ്ങൾ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും ഒക്കെ കുറേ സാധനങ്ങൾ ആ തിരക്കിൽ എടുത്ത് വെച്ചാണ്. ഇനി അതെല്ലാം മാറ്റി അവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം എടുത്തിട്ട് മാത്രമേ ക്രിസ്മസ് സീരീസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ക്ലീനിങ് ജോബുണ്ട്, അതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന് റിലാക്സിങ് ഡേ ആണെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണു. എങ്ങനെയാണെന്ന് നോക്കട്ടെ, ഒരു പ്ലാനിങ് വേണം. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുമാരിയും കൂടി വരും. കുമാരി എന്ന് പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നൊരു പാർട്ട് ടൈം ലേഡിയുണ്ട്, പുള്ളിക്കാരിയും കൂടെ വന്നേക്കും. അപ്പോൾ ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്, കുറച്ച് റെസിപ്പീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണ്ടേ, ഏതൊക്കെ വേണം, ഏതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ അതും കൂടി ചെയ്യാൻ പോകും. ഇപ്പോൾ ഇരുന്ന് എഴുതാൻ പോവാണ് റെസിപ്പി എന്തൊക്കെ വേണം, അങ്ങനത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ക്രിസ്മസ് സീരീസ് നമുക്ക് ഗംഭീരമാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. രാത്രി ഞാൻ നിങ്ങളുമായിട്ടൊരു ഇൻട്രോ ഡയലോഗിന് വന്നിരിക്കുകയാണ്. രാത്രി കാഴ്ച കാണണ്ടേ. നമ്മുടെ ടെറസ് കിച്ചൻ്റെ തൊട്ട് വെളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ മോളീസ് ഗാർഡൻ്റെ മുകളിലായിട്ട്. അപ്പോൾ രാത്രി എങ്ങനെയാണ് മോളീസ് ഗാർഡൻ എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സമയം 7 മണി രാത്രി. ഓക്കെ, മോളീസ് ഗാർഡൻ ആൻഡ് കിളിക്കൂട്. മോളീസ് ഗാർഡൻ വളരെ സൈലൻ്റായിട്ട്, ഭയങ്കര എന്താ പറയുക, മൂകതയാണ് ഈ സമയത്ത്. കാര്യം എല്ലാ ചെടികളും ഉറങ്ങുന്ന സമയമല്ലേ. പിന്നെ 2ാമത്തെ കാര്യം, നമ്മുടെ കിളികളെല്ലാം നല്ല ഉറക്കത്തിലാണ്. ഈ സമയമാകുമ്പോൾ അവരെല്ലാം ഉറങ്ങും. പിന്നെ ഇപ്പുറത്തെ കട രാമചന്ദ്ര അടച്ചതേ ഉള്ളൂ തോന്നുന്നു. ഇത്ര നേരം ശബ്ദം ഉണ്ടായിരുന്നു AC-യുടെ. അവിടെ നോക്കിയേ, ജനറലി സൈലൻ്റ് ആണ് ഇപ്പോൾ അറ്റ്മോസ്ഫിയർ. ഇനി കിച്ചണിലേക്ക് കയറാം. ഞാൻ ഏതാണ്ടൊക്കെ ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത്, ഒരു ഹാഫ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന പാർട്ടെല്ലാം വളരെ വളരെ ക്ലീനാണ്. ഇത് നോക്കിയേ, ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, ഇതിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോണ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ടെറസ് കിച്ചൺ അതെ, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ക്യാമറാമാൻ ഉണ്ട്, താഴെ നിൽക്കുന്നേ ഉള്ളൂ, ഇനി മുകളിലേക്ക് വരണം. അതായത്
ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സാധാരണ എന്നെ കൂടി കാണിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോസ് എടുക്കുന്നത്, ക്ലോസ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ക്യാമറാമാൻ വേണം. ഇന്ന് നൈറ്റ് ഷൂട്ടാണ്, നമുക്ക് 7 മണി കഴിഞ്ഞിട്ട് തുടങ്ങുന്നു. അപ്പോൾ ക്രിസ്മസ് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത് വൈൻ വെച്ച് തന്നെ തുടങ്ങാം. വൈനിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ക്യാമറാമാനും എത്തി, വിശേഷങ്ങൾ പങ്കിടുന്നു. ഇതിപ്പോൾ വൈൻ മേക്കിംഗ് ആണ്. ഒരു ക്രിസ്മസ് ആയാൽ വൈൻ വേണമല്ലോ. അപ്പോൾ വൈൻ നമ്മൾ നേരത്തെ തന്നെ പഴം കൊണ്ടുള്ള വൈൻ കാണിച്ചിട്ടുണ്ട്, ഗ്രേപ്സിൻ്റെ വൈൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം 10 days അല്ലെങ്കിൽ അതിൽ കൂടുതൽ 10-20 ദിവസമൊക്കെ അത് പ്രോസസ്സിംഗ് ഉള്ള വൈൻസാണ്. ഇൻസ്റ്റൻറ്റ് വൈൻ ആയാലോ, ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട്, അതായത് 3ാമത്തെ ദിവസം നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വൈൻ, ഏറ്റവും ഈസി ആയിട്ട്. അതാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പൈനാപ്പിൾ കൊണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഇപ്പോൾ കേറ്ററിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കിപ്പോൾ കേറ്ററിംഗ് ഓർഡേഴ്സ് വരുന്ന സമയത്തല്ലേ നമുക്ക് ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിൽ വൈനൊക്കെ വേണം. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി വൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഇൻസ്റ്റൻറ്റ് വൈനാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സെയിം മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് വൈൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് 750 ml 5 ബോട്ടിൽ വെള്ളത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 750 ml ബോട്ടിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പ വഴി പറയാം. ഇത് 1000 ml നമ്മൾ സാധാരണ കുടിക്കാൻ വാങ്ങുന്ന വെള്ളം, 1000 ml ബോട്ടിൽ, അത് 3 ഫുള്ളും, അതുപോലത്തെ 4ാമത്തെ ഒരു ബോട്ടിലിൻ്റെ 1/4 ഭാഗവും, അതെല്ലാം കൂടി ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ 5 750 ml ബോട്ടിലിൻ്റെ അത്രയും വെള്ളം കറക്റ്റ് ആയിരിക്കും. അളവ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. പിന്നെ പഞ്ചസാര വേണ്ടത് 1.25 കിലോ പഞ്ചസാര. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇവിടെയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇത് തുടങ്ങിയാലോ? നോക്കിക്കോളൂ. ഇതൊരു മീഡിയം സൈസ് പൈനാപ്പിൾ, ഒരു ചെറുതായാലും മതി. അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട്, കാര്യം ഇതിനി നമ്മൾ ചതച്ചെടുക്കണം. അതുപോലെ എല്ലാം ചതയ്ക്കണം. ഇത് 300 ഗ്രാം ഇഞ്ചി ഉണ്ട്. നിങ്ങൾക്ക് തോന്നും ഇത്രയും ഇഞ്ചി എന്തിനാണ്? ഒരു വൈനിന് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പഞ്ച് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇഞ്ചി ഒരു 300 ഗ്രാം തോടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് മുറിച്ചു. ഇതും ചതച്ചെടുക്കാം. പിന്നെ പ്രധാനമായിട്ട് ഈ 2 കാര്യങ്ങൾ. ഒന്ന് ഗ്രാമ്പു, ഇത് 10 ഗ്രാമാണ് ഈ ഗ്രാമ്പു. എഗെയിൻ ഇത് 10 ഗ്രാമാണ് പട്ട, കറുവാപ്പട്ട, ഇതും ചതയ്ക്കണം. പിന്നെ വരുന്നത് ഈ കാര്യമാണ്, ഉണക്കമുന്തിരി. ഇത് സീഡ്ലെസ് ആണ്, കറുത്ത ഉണക്കമുന്തിരി. ഇതൊരു 125 ഗ്രാം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും ചതയ്ക്കണം. എല്ലാം ചതയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ചതച്ച് തുടങ്ങാം. ചതയ്ക്കാനായിട്ട് ആദ്യം പൈനാപ്പിൾ ചതയ്ക്കാം അല്ലേ? അത് വേണം. ആദ്യം നമുക്കൊരു ഇഞ്ചി ചതയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതും കൂടി ചേർത്ത് ചതയ്ക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ചതഞ്ഞ് വരും. മൈ ഗോഡ്, സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. കാര്യം എല്ലാം കൂടി കിടന്ന് ചതഞ്ഞ് വന്നപ്പോൾ ആ മസാലയുടെ മണവും ഇഞ്ചിയും കൂടി ആയപ്പോൾ, ഓ മൈ ഗോഡ്, നല്ലൊരു മണം. ഓക്കെ, ഒരു രട്ടിയും കൂടി അടിച്ചോട്ടെ. നേരെ പാത്രത്തിലേക്ക് ഇടാം. ഗ്രാമ്പും എല്ലാം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. കുറേശ്ശെ പൈനാപ്പിൾ ഒന്നിച്ച് പറ്റില്ലല്ലോ, അത് ആവശ്യാനുസരണം ഇങ്ങനെ അതിൽ കൊള്ളുന്ന അത്രയും കപ്പാസിറ്റി ഒരു 3-4 പ്രാവശ്യമായിട്ട് ചതച്ചെടുക്കാം. ഇനി കുറച്ച് വലിയ പീസായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചതയ്ക്കാമല്ലോ. ഇനി ഇതിനോടൊപ്പം ഞാൻ കറുത്ത മുന്തിരിങ്ങ സീഡ്ലെസ്സും കൂടി ചേർക്കാൻ പോകുന്നു. ഒന്നിച്ച് അപ്പോൾ അതും ഒന്നിച്ച് ചതയുമല്ലോ. മുന്തിരിങ്ങയും ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉണക്ക മുന്തിരിങ്ങ ബ്ലാക്ക്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്തേക്കാണ് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇത് 1 ബോട്ടിൽ, അത് 750 ml 5 ബോട്ടിൽ വെള്ളമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇപ്പം ഞാനൊരു 1000 ml 3 ബോട്ടിൽ ഒഴിച്ചു. ഇനി ഒരു 1/4 കുപ്പി, അതായത് 250 ml കൂടി ചേർക്കുന്നു. എല്ലാം കറക്റ്റ് അളവാണ്. ഇതിപ്പോൾ ഞാൻ 1000 ml 3 ബോട്ടിലും അതിൻ്റെ കൂടെ 250 ml വെള്ളവും കൂടി ഒഴിച്ചു. 4ാമത്തെ ബോട്ടിലിൽ നിന്നും 1/4 ഭാഗം. അപ്പോൾ അതല്ല, നിങ്ങൾ 750 ml വെച്ച് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 5 750 ml, 750 ml × 5 times, അത്രേ ഉള്ളൂ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് നിറയണം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് മാറ്റുന്നു. ഓക്കെ, പാത്രത്തിൻ്റെ ഏതാണ്ട് 3/4 നിറഞ്ഞു. ഇനി ഇത് തിളക്കട്ടെ. അപ്പോൾ ഈ 3 days വൈനാണിത്, ഇൻസ്റ്റൻറ്റ് വൈൻ.
അപ്പോൾ ഇന്നിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് പാത്രം അടച്ചിട്ട് വെച്ചിട്ട് പോകും. ഇതിപ്പോൾ ഞാൻ രാത്രിയല്ലേ ചെയ്യുന്നത്. അപ്പം നാളെ രാത്രി എഗെയിൻ പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് നാളെയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നാളെ രാത്രി ആകുമ്പോൾ 24 hours കൊണ്ട് അതിൽ നടക്കേണ്ട പ്രോസസ്സ് എല്ലാം നടക്കുക. അപ്പോൾ ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ ഇറങ്ങി എല്ലാം കൂടി നമ്മൾ ഈസ്റ്റോ ഗോതമ്പോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാണ്ടൊരു ഫെർമെൻറ്റേഷൻ നടക്കും. എന്നിട്ട് നാളെ ഇത് അരിച്ചിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും തിളപ്പിക്കും. അതാണ് സെക്കൻഡ് ഡേയിലെ പ്രോസസ്സ്. അത് ഞാൻ നാളെയല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ കൊണ്ട് ഞാൻ നിർത്തും. അത് കഴിഞ്ഞിട്ട് നാളത്തെ പ്രോസസ്സ് ഇത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ മൂന്നാമത്തെ ദിവസം എന്താണ് ചെയ്തതെന്നും കൂടി കാണിച്ചാൽ, ഇത് ഒരു അര നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായി തള വന്ന് തുടങ്ങുമ്പോൾ നമ്മളിതും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ നാരങ്ങയും എല്ലാം കൂടി കിടന്നിട്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. നന്നായിട്ട് തള വന്നത് നോക്കിയേ. എന്നിട്ട് മേളിൽ ഇങ്ങനെ കുറച്ച് പത പോലെ വരും. ആ പത നമുക്കൊന്ന് വെട്ടി മാറ്റാം. തിളയ്ക്കുന്നുണ്ട്. ഇതാണ് പത. ഇത് കുറച്ച് അതിൻ്റെ അഴുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് വേണ്ട. ഇങ്ങനെ പത വരാണെങ്കിൽ അതിങ്ങനെ കോരി മാറ്റിയാൽ മതി. നമുക്ക് ആവശ്യമില്ല. എന്തെങ്കിലും കറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനെ പതയായിട്ട് പൊങ്ങി വരുന്നത്. നല്ല മണം, ഒരു രക്ഷയില്ലാത്ത മണം. നല്ല മണം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സ്പൈസസ് എല്ലാം കൂടി ചേർന്ന് തിളയ്ക്കുമ്പോൾ ഉള്ളൊരു സ്പെഷ്യൽ മണമാണ്. അടിപൊളി. നന്നായിട്ട് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. ജസ്റ്റ് 10 minutes. നല്ല തിള വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു തിള വന്നു. ഏതാണ്ടൊരു ചെറിയ തീയിൽ ഒരു 10 minutes ഇട്ടിരുന്നു, മതി. ഇനി ഇത് തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുന്നു. നാളെ രാത്രിയായിരിക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെയായി. മതി, ഇത്ര മതി. അടച്ചു വയ്ക്കാം. ഒരല്പം ഒന്ന് തണുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് വൈൻ മേക്കിംഗ് 3 ദിവസം കൊണ്ടുണ്ടാക്കുന്ന വൈനിൻ്റെ സെക്കൻഡ് ഡേ രാത്രിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് പകലല്ല, രാത്രി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി. മാജിക് ബാൻഡ് ഷൂട്ട് രാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് ഇട്ടിട്ട് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് ഓടി വന്നതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നോക്കാം. കണ്ടോളൂ. ഇന്നലെ നമ്മൾ തിളപ്പിച്ച് വെച്ച വൈനിൻ്റെ കാര്യങ്ങൾ നോക്കിയേ. ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇല്ലേ? ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്നലെ തിളപ്പിച്ച കാര്യങ്ങൾ, ചതച്ചിട്ട കാര്യങ്ങളെല്ലാം ഒരു രീതിയിലുള്ളൊരു ഫെർമെൻറ്റേഷൻ ആയിക്കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് അരിക്കാം. അപ്പോൾ ഇതിന് പഞ്ചസാര ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല. ഈ ഒരു അരിക്കൽ പ്രോസസ്സ് അത് നോക്കിയേ. ഒരു തോർത്ത്, ഒരു അരിപ്പയുടെ മുകളിൽ ഞാൻ തോർത്തിട്ടിട്ടുണ്ട്. ക്ഷമയോടുകൂടി നമ്മളൊന്ന് അരിച്ചെടുക്കുന്നു. അപ്പോൾ താഴേക്ക് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ? കൊത്തും വെള്ളവും ഒക്കെ സെപ്പറേറ്റഡ് ആകുന്നു. അത് കൊത്ത് ആവശ്യമില്ല, അതെല്ലാം പോട്ടെ. തുണിയിലൂടെ തന്നെ അരിക്കണം, അത് നിർബന്ധമാണ്. ഇതുപോലെ ഒരു തോർത്ത് മതി. ഇനി എന്താ ചെയ്യണമെന്നറിയാം. ഞാൻ മുഴുവനും ഇതിനകത്തേക്ക് ഒഴിച്ചു. താഴേക്ക് അതിൻ്റെ ലിക്വിഡ് പാർട്ട് പോയി. ഇനി കൊത്തിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പറ്റുന്ന പോലെ ബലത്തിൽ പിഴിയാം. ഓക്കെ, തുറത്ത് തുറന്ന് കാണിച്ചു തരാം. അത് നോക്കിയേ, ഇതാണ് മട്ടി. അതിൻ്റെ കൊത്ത് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് കളയാം, ഇതാവശ്യമില്ല. അരിപ്പയെ മാറ്റുന്നു തൽക്കാലം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ വൈനിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഭാഗം. ഇനി ഇത് അതായത് നമ്മൾ വീണ്ടും ആ പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ടോട്ടൽ നമുക്ക് വേണ്ടത് 1.25 കിലോയാണ്. അതിലൊരു 3/4 ഭാഗം ഇതിൽ ചേർത്തിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ദാറ്റ് ഈസ് ഏകദേശം ഒരു കപ്പോളം മാറ്റി വയ്ക്കാം. അത് നമുക്ക് കാരമൽ ചെയ്തിട്ട് ചേർക്കാം. കുറച്ച് ഒരു കളറ് ചേർക്കുമല്ലോ നമ്മളിങ്ങനെ അല്ലേ സാധാരണയായിട്ട് വൈൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാം. വീണ്ടും തിളപ്പിക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ കിടന്ന് നല്ല ഒരു തിളച്ച് വന്നിട്ട് ഒരു 5-6 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പുറത്തേക്കിങ്ങനെ ഒന്ന് ചെറിയ തീയിൽ തിളക്കട്ടെ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് അടച്ചു വെച്ചിട്ട് പോകും. പിന്നെ മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് 3 ഡേയ്സിൻ്റെ വൈനാണല്ലോ. മൂന്നാമത്തെ ദിവസം
ഇനി ഇതിനെ എന്താ ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഈസ്റ്റോ ഗോതമ്പോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു നല്ല സ്ട്രോങ് ഫ്ലേവർ ഉള്ളൊരു വൈനായിട്ട് മാറും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഇഞ്ചിയും പിന്നെന്താ പട്ട, ഗ്രാമ്പു, അങ്ങനത്തെ കാര്യങ്ങൾ. പ്ലസ് പൈനാപ്പിൾ മോശമല്ല, കറുത്ത മുന്തിരിക്ക മോശമല്ല, ഉണക്ക മുന്തിരിക്ക കറുത്ത. ആക്ച്വലി ഇന്ന് മാജിക്കോൻ്റെ ലേറ്റ് ആയിട്ടാണ്, ഇപ്പം ഞാൻ ലേറ്റ് നൈറ്റായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മേക്കപ്പ് ഒന്നും അയച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഡ്രസ്സ് എടുത്തിട്ട് ഓടി വന്നു. കാര്യം ആ ഡേറ്റ് നമ്മൾ മാറാൻ പാടില്ലല്ലോ. സെക്കൻഡ് ഡേ ചെയ്യേണ്ട കാര്യം സെക്കൻഡ് ഡേ ചെയ്യണം. നാളെ ആകുമ്പോൾ അത് വേറൊരു ദിവസമാണ്. തേർഡ് ഡേ ആണ് നമ്മുടെ ഫൈനൽ ആകുന്നത് ഈ ഒരു വൈനിൻ്റെ പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ വൈൻ നന്നായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കും. തിള വന്നു കഴിഞ്ഞു, തീ അല്പം ഒന്ന് കുറയ്ക്കാം. അതേ നോക്കിയേ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലിൽ ഇങ്ങനെ പല പോലെ വരുന്നത് അത് ആ പഞ്ചസാരയുടെ അഴുക്കാണ് ഇങ്ങനെ പലയായിട്ട് ഇതിൽ കയറുന്നത്. അത് നമുക്കിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് അതൊക്കെ ഇളക്കി മാറ്റാം. അപ്പോൾ തിള വന്നിട്ടൊരു 5 minutes ഇങ്ങനെ തിളച്ചോട്ടെ, കുഴപ്പമില്ല. തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കും. ഓക്കെ, ഈ പതയം എടുത്ത് കളയാം. തീ അല്പം കുറച്ച് കഴിഞ്ഞു. ഇനി ചെറിയ രീതിയിൽ കിടക്കട്ടെ, ഒരു 5 to 10 minutes. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. അതുമായിട്ട് നല്ലതായിട്ട് യോജിച്ച് നല്ല കണ്ടീഷനായി കഴിഞ്ഞു. മതി, ഇനി തീ ഓഫ് ചെയ്യാം. ഇനി എന്താണ്, പതയെല്ലാം വെട്ടി മാറ്റി കോരി കളഞ്ഞു. നല്ല മണം, നല്ല മണം. ഒരു അടിപൊളി വൈനായിട്ടാണ് ഇത് പ്രോസസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി വീണ്ടും ഞാൻ പാത്രം അടച്ചു വയ്ക്കും. അപ്പോൾ ഇന്ന് രാത്രി സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാത്രി ഇതേ സമയം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് വൈൻ മേക്കിംഗ് തേർഡ് ഡേ 3 ദിവസം കൊണ്ടുണ്ടാക്കുന്ന വൈനാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസം. 2ാമത്തെ ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ. നമ്മൾ അരിച്ചു, അത് കഴിഞ്ഞ് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. ആ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ തണുക്കാനായിട്ട് വെച്ചു. ഇപ്പോഴേ തേർഡ് ഡേ 3ാമത്തെ ദിവസം. 3ാമത്തെ ദിവസം ഞാനിത് തുറക്കാൻ പോണു. കണ്ടു നോക്കിക്കോളൂ, നന്നായി തണുത്ത് സിമ്പിളായിട്ടിരിക്കുന്നു കണ്ടോ, ഒരു കുഴപ്പമില്ലാണ്ട്. ഞാൻ വീണ്ടും കലക്കി അതിൻ്റെ താഴെ ഒരല്പം സെഡിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരല്പം കളർ. ഇപ്പോഴേ നല്ല മണം, നല്ല മണമായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്തേക്ക് ജൂ കാച്ചി ഒഴിക്കുക പറഞ്ഞാൽ പഞ്ചസാര, ബാക്കിയുള്ള പഞ്ചസാര ഞാൻ വെച്ചിരുന്നത് ഒന്ന് കാരമലൈസ് ചെയ്ത് ജൂ കാച്ചി ഒഴിക്കും. ഒരു പാത്രത്തിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ 1 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നു. പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ 1.25 കിലോ എന്ന് പറഞ്ഞു. അത് കുറച്ച് സ്വീറ്ററാണ്, ഓൺ ദ അപ്പർ സൈഡാണ്, ഹയർ സൈഡ്. അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കിലോ ആയാലും മതി. 1 കിലോ ആണെങ്കിൽ നമ്മളൊരു 3/4 കിലോ പഞ്ചസാര ഇതിനെ കൂടിയിട്ട് തിളപ്പിച്ച് വയ്ക്കുക. ബാക്കി ഒരു 1/4 കിലോ പഞ്ചസാര മാറ്റി വെച്ചിട്ട് ഇതുപോലെ കാരമലൈസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര ബാക്കി ഉണ്ടായിരുന്നത്. ഇതിന് ഒന്ന് കളർ മാറി വരും. നമ്മളിപ്പോൾ ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ മിണ്ടാതെ നിൽക്കാം. അപ്പോൾ ഈ വെള്ളവും ഒരു സമയത്ത് ചൂടാകും. നല്ല തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട്. ജസ്റ്റ് വെയിറ്റിംഗ് ടൈം. ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുക്കി കളർ മാറി വരും. അപ്പോൾ നമ്മളിങ്ങനെ അനക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മധുരം ഞാൻ പറഞ്ഞു, കാര്യം പൈനാപ്പിളിന് മധുരമുണ്ട്, പിന്നെ കറുത്ത മുന്തിരിങ്ങയ്ക്ക് മധുരമുണ്ട്, ഉണക്ക മുന്തിരിങ്ങ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 1 കിലോ മാക്സിമം ആണ്, 1.25 വേണ്ട. ആക്ച്വലി അത് കുറച്ചുകൂടെ സ്വീറ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 3/4 കിലോ, അത്രയും പോലും മധുരം വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു 3/4 കിലോ പഞ്ചസാരയിൽ ടോട്ടലായിട്ട് 1/2 കിലോ ഇതിൻ്റെ കൂടെ ചേർക്കുക, 1/4 കിലോ അവസാനം ജൂ കാച്ചി ഒഴിക്കുക, ഇതുപോലെ കാരമലൈസ് ചെയ്ത്. അല്ലെങ്കിൽ 1 കിലോ ടോട്ടലായിട്ട് എടുക്കുക, 3/4 കിലോ മിക്സ് ചെയ്യുക, 1/4 കിലോ ജൂ കാച്ചാനായിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കാം കൺസിസ്റ്റൻസി. അപ്പോൾ ആ മധുരം അതനുസരിച്ചിരിക്കും. ചിലർക്ക് സ്വീറ്റ് വൈൻ എന്ന് വെച്ചാൽ നല്ല സ്വീറ്റ്, ചിലർക്ക് അത്ര വേണ്ട, ഒരു സ്വീറ്റിൻ്റെ ഒരു സജഷൻ മതി. ഇത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആണല്ലോ, പെട്ടെന്ന് എടുക്കുന്നതല്ലേ. ഇത് നോക്കിയേ, പഞ്ചസാര അലിയുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കളർ ചെറുതായി മാറി വരണു, ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. ദേ കളറെല്ലാം മാറി ഗോൾഡൻ. ഞാൻ ഇപ്പോൾ അടുപ്പൊന്ന് മാറ്റിയതേ ഉള്ളൂ, കാരണം ഇവിടെ കുറച്ചുകൂടി തീ കുറവാണ്. നോക്കിയേ, ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ തവി കൊണ്ട് ഒന്ന് ഇതുപോലെയെല്ലാം ഇളക്കി സെറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ആയതുകൊണ്ടാണ് ഓവറായിട്ടിങ്ങനെ ബബിൾ ചെയ്ത് മുകളിലേക്ക് വരാത്തത്. എന്നാലും ഉണ്ടാകും, പക്ഷേ ഇതല്ല. പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയല്ല,
പ്രതീക്ഷിക്കാം. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബോയിലിംഗ് വാട്ടർ ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് അലിയണം. ആദ്യം ഇങ്ങനെയൊക്കെ ആകും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് മെൽറ്റാകും. തിളയ്ക്കട്ടെ. മെൽറ്റായി അതൊരു കാരമൽ സിറപ്പായിട്ട് മാറും. പക്ഷെ ടൈറ്റായിട്ടുള്ള സിറപ്പല്ല, ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഇങ്ങനെ വെള്ളം പോലിരിക്കും, അങ്ങനെ മതി. ഇതും കൂടി അലിഞ്ഞ് ചേരണം. ഇപ്പം നോക്കി കംപ്ലീറ്റ് മെൽറ്റായി ഈ ഒരു കളറിൽ മാറിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് വേണ്ട ഒരു കളർ. ദിസ് ഇസ് ദ കളർ, ഒരു ഗോൾഡൻ കളർ. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇതാണ് ജ്യൂ കാച്ചി ഒഴിക്കുക എന്ന് പറയുന്ന സംഭവം. ഇതുപോലത്തെ കൺസിസ്റ്റൻസിയാണ്, അല്ലാതെ ടൈറ്റ് അല്ല, ഒരു നൂൽപ്പാകം അങ്ങനെയൊന്നുമല്ല. ഇതുപോലെ ഇത് അല്പം ഒന്ന് തണുത്തിട്ട് നമുക്ക് വൈൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ജ്യൂ കാച്ചി ഇത് റെഡിയാണ്. അത് ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ വൈനിലേക്ക് ഒഴിക്കുകയാണേ. ഇത് റെഡിയാണ്. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ അനക്കാണ്ട് വെച്ചാൽ മേളിൽ നല്ല തെളിഞ്ഞ് വരും. താഴെ ചെറുതായിട്ടൊരു ഇതുണ്ടാവുമല്ലോ, സാധാരണ എപ്പോഴും അങ്ങനെയാണല്ലോ വൈനിന്. പിന്നെ ഇത് കുപ്പിയിലേക്ക് ഇനി ബോട്ടിൽ ചെയ്യാം. ഇപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇനി ഇത് ഇരിക്കുമ്പോൾ കുപ്പിക്കകത്തിരുന്ന് നല്ലതായിട്ട് തെളിയും. അടിപൊളി അടിപൊളി വൈൻ, ഒരു രക്ഷയില്ല. നല്ല പഞ്ച്. എന്തെളുപ്പമല്ലേ, 3 ദിവസം നിന്ന് 3ാമത്തെ ദിവസമേ ഉള്ളൂ പഞ്ചുള്ള വൈൻ കുടിക്കാൻ പറ്റുന്നു. ഈസി വൈൻ. ഇതാണ് നമ്മൾ സാധാരണ കേറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ വെഡിങ്സ് ഒക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ഈ രീതിയിൽ കൂടുതൽ, അതായത് ഒരുപാട് ആൾക്കാർക്കുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്. നമ്മളിനി ഒരു പ്രാവശ്യം കൂടെ അരിച്ചിട്ടാണ് കുപ്പിയിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് ക്ലോത്താണ്. ഇതിന് പറയുന്നത് തേയില പൈ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. സാധാരണ ചായക്കടകളിൽ ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലോത്താണ്. അതായത് ഇതിനകത്ത് കൂടി ഒരിക്കലും ഒരു പൊടിയും സേവായി വെളിയിൽ പോവില്ല, ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിലിന് പൊടിയില്ല, വളരെ ചെറിയ തരി ഉണ്ടാവും. അത് നമുക്ക് ഇതിലൂടെ അരിക്കുമ്പോൾ കിട്ടും. തെളിഞ്ഞ വെള്ളം പോലെ നമ്മുടെ വൈൻ താഴോട്ട് പോകും. ഇടയ്ക്ക് വെച്ച് നമ്മളിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്റ്റക്കാവും. അതായത് ഇത്രയും അതിനകത്ത് അതിൻ്റെ ഒരു പൊടി വന്നു, മട്ടി വന്നു. നമ്മൾ തോർത്തിലാണ് അരിച്ചിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം, പക്ഷെ എങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. വളരെ ചെറുതായിട്ട് ഇത് നോക്കിയാൽ പുറത്തെടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനത്തെ ഈ അരിപ്പയിലൂടെ അരിച്ചു കഴിയുമ്പോൾ പോകും. ഇനി ഇത് തട്ടി കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ച് ബാക്കിയിരിക്കുന്നതും കൂടി അരിച്ചൊഴിക്കും. ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിലെ തടസ്സങ്ങൾ പോലും ഇതിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അത് കാരണം ഇതിപ്പോൾ ടുവേർഡ്സ് എൻഡാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അതാണ് പ്ലാൻ. ഇങ്ങനെ കറക്റ്റായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയാൽ ഇൻട്രസ്റ്റിംഗ്. ഇത്രയും കൂടി പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ വൈൻ മേക്കിംഗ് കംപ്ലീറ്റ് ആകും. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വൈൻ 3 ദിവസം കൊണ്ടുള്ള വൈൻ. ഇനി ബോട്ടിലിംഗ് ജോബ് മാത്രമേ ഉള്ളൂ, ബോട്ടിൽ ചെയ്യുന്ന പണി. ഇതുപോലൊരു അരിപ്പ് വളരെ നിർബന്ധമാണ് കേട്ടോ. മേടിക്കാൻ കിട്ടും. ഇതെല്ലാ പാത്രക്കടകളിലും വാങ്ങാൻ കിട്ടും. നമ്മൾ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങുന്ന കടകളില്ലേ, അവിടെ പോയാൽ മതി. ചായയുടെ അരിപ്പാണിത്. ഇനി ബോട്ടിലിംഗ് ആണ് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഒരു 5 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 750 ml 5 ബോട്ടിലാണ്. എത്ര കിട്ടും നോക്കാം. കഴിയുന്നിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ച് എടുത്തിട്ട് ഉപയോഗിക്കുന്നതന്നെയാണ് നല്ലത്. ഇത് ഇൻസ്റ്റൻറ്റ് വൈൻ ആണെങ്കിലും നമ്മൾ 2-3 ആഴ്ചയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ അത് അനുസരിച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ആ ബോട്ടിലിൻ്റെ ഓൾമോസ്റ്റ് ഇത് നെക്ക് വരെ നിറച്ചാൽ മതി. കാര്യം ഇതിന് കുറച്ച് പതമേളിലേക്ക് വരാനുള്ള സ്പേസ് കൊടുക്കണം. ഇത്രയും മതിയാവും. ഓക്കെ, പെർഫെക്റ്റ് മതി. എന്തായാലും ഒരു ചെറിയ ഫെർമെൻറ്റേഷൻ വരുമല്ലോ വിത്തിൻ 2 days. ഇതിപ്പോൾ 3rd day, നമ്മൾ നാളെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നു. പിന്നെ ഒരു 2-3 ദിവസം കൂടി പുറത്തിരിക്കാം. അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ്. നല്ല സുന്ദരിയായിട്ടുള്ള വൈൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ കലങ്ങിയിരിക്കുവാണല്ലോ. ഇതിരിക്കുമ്പോൾ നാളെ ആകുമ്പോൾ കറക്റ്റ് ആ തെളിഞ്ഞ ഒരു കളറിൽ വരും.
യാ ഒരല്പം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് അടിപൊളിയായി അല്ലേ. ഇതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ 5 ബോട്ടിൽ വെള്ളം എടുത്തു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വന്നപ്പോൾ 5 ബോട്ടിലായിട്ട് കിട്ടി. ഇതിൽ പഞ്ചസാര ചേർന്നു, ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം എല്ലാം കൂടി വന്നപ്പോഴും കറക്റ്റ് വെള്ളം അത്രയല്ലേ കയറിയിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയവും സന്തോഷവും. ഇനി ആദ്യത്തെ ദിവസം നമ്മൾ സാധാരണഗതിയിൽ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്യില്ല. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ബോട്ടിൽ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെളിയിലിരിക്കട്ടെ, കുഴപ്പമില്ല. ദിസ് ഇസ് ദ 3rd ഡേ. ഇത് നാളെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം. 4ാമത്തെ ദിവസം തൊട്ട് 3 ദിവസം കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങാം. ഇന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം 6ാമത്തെ ദിവസം പുറത്ത് തന്നെ ഇരുന്നാൽ മതി. നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഒരു 7 ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റണം. ഓക്കെ, ഈസി. അങ്ങനെ ബ്യൂട്ടിഫുൾ വൈൻ ഇസ് റെഡി. 5 കുപ്പി കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നു. ഇനി ഇതിൽ കുറച്ചുണ്ട് പറഞ്ഞില്ല, അത് എൻ്റെ വൈൻ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിക്കുന്നു. അത് നോക്കിക്കോളൂ. പെർഫെക്റ്റ്, അത്ര കറക്റ്റായിട്ട് കിട്ടിയതൊക്കെ രക്ഷയില്ലല്ലോ. അത്ര ക്ലിയർ അല്ലല്ലോ, പക്ഷേ ഇത് നാളെ ആകുമ്പോൾ ഭയങ്കര ക്ലിയർ ആകും. ഈ കുപ്പിയിൽ തന്നെ ഇരുന്നിട്ട് മേൽഭാഗമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വരും. താഴെ മാത്രം ഒരു അല്പം ഇരിക്കട്ടെ, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ വൈൻ ഞാൻ കുടിക്കുവാണ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തല്ലോ ചെറുതായിട്ട്. പറയാൻ വാക്കുകളില്ല. നല്ല പഞ്ചുണ്ട്. 8 ദിവസമൊക്കെ ഇരിക്കുന്ന, അത് 10 ദിവസത്തെ വൈനാണ് ലാസ്റ്റ് ടൈം ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു, ബനാന വൈൻ. അതുപോലെ തന്നെയാണ്, അതിലും കൂടുതൽ ദിവസം ഇരുന്നാലും അത്രയും പുളി ഇല്ലാന്നേ ഉള്ളൂ. ഇത് പക്ഷേ നല്ലൊരു ആ ഒരു എരിവ് എല്ലാം കൂടി ചേർന്ന് വരില്ലേ, ആ ഒരു വൈൻ ഫീല് അത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് വൈൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കിട്ടുന്ന ഒരു വലിയ സംഭവമാണ്. നമുക്കിന്ന് വൈൻ കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ വൈൻ തന്നെ ടേസ്റ്റ് കിട്ടുന്നു. ഇനി ഇത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കുളിച്ചു തുടങ്ങും കേട്ടോ, ഇച്ചിരി കൂടെ. നാളെ ഇത് കുറെ കൂടി നന്നാവും, മറ്റന്നാൾ അതിലും നന്നാവും, അതിൻ്റെ അടുത്ത ദിവസം അതിലും നന്നാവും. ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാം തീരുന്നവരെ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാം. ഇതിൻ്റെ കൂടെ കേക്കും കൂടി വേണം. അപ്പം ഇനി അടുത്ത നമ്മൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സന്തോഷമായോ? എനിക്ക് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇന്ന് ഇഷ്ടംപോലെ സമയമുണ്ട് ക്രിസ്മസ് ആകാൻ. അപ്പോൾ ഇപ്പോഴേ ഞാനിത് കാണിച്ചു തരാണ്. നിങ്ങൾക്ക് 3 ഡേയ്സ് വൈൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ച 10 ദിവസം കൊണ്ടുണ്ടാക്കുന്ന പഴത്തിൻ്റെ വൈൻ ഉണ്ടാക്കാനുള്ള സമയമുണ്ട്. കഴിഞ്ഞിട്ടില്ല സമയം. ഗ്രേപ്സ് ഒക്കെ ഉള്ള വൈൻ, കൂടുതൽ ദിവസം ഇരിക്കേണ്ട വൈനിൻ്റെ സമയം കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്ത് നോക്കും, തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നൊരു കാര്യം തന്നെയായിരിക്കും. വെരി നൈസ്. പിന്നെ നല്ലതായിരിക്കും. ഇഞ്ചിയൊക്കെ ഒരുപാട് ചേർക്കണം, വയറിനെല്ലാം ബെസ്റ്റായിരിക്കും. തീർക്കാൻ തോന്നുന്നില്ല. അപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. വളരെ വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാകുക. ഓക്കെ, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് വരും. സ്റ്റേ ട്യൂൺ ടു LN വ്ളോഗ്സ്. ഇനി ക്രിസ്മസ് സീരീസാണ്. അപ്പോൾ പല പല വിഭവങ്ങൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ഈ കിച്ചണിൽ തന്നെ ആയിരിക്കും. ചിലതൊക്കെ നമുക്ക് താഴത്തെ അടുക്കളയിലും കൊച്ചടുക്കളയിലും പോയി ചെയ്യാം. ഓക്കെ, ലവ് യു ആൾ.